പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. നിശ്ചയമായി യഹോവയുടെ വലങ്കൈ നമ്മെ ഉയർത്തിയാൽ ദൈവത്താൽ വരുന്ന ഉയർച്ചയെ തടസ്സപ്പെടുത്തുവാനോ വീണ്ടും താഴ്ത്തുവാനോ ആർക്കും സാധ്യമല്ല. ഈ നാളുകളിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. തക്ക സമയത്ത് കർത്താവ് തന്റെ വലങ്കയാൽ നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം അതിന്റെ 30-31 വചനങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. ആമേൻ. Acts chapter 5 verse 30 and 31. The God of our ancestors raised Jesus from the dead, whom you killed by hanging him on a cross. God exalted him to his own right hand as Prince and Savior, that he might bring Israel to repentance and forgive their sins. Amen. ഇവിടെ നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വന്ന ഒരു താഴ്ചയുടെ അനുഭവത്തിൽ നിന്ന്, അല്ല എങ്കിൽ ശത്രു ജയക്കൊടി ഉയർത്തി എന്ന് തോന്നിയ സാഹചര്യത്തിൽ നിന്ന് പിതാവായ ദൈവം യേശുവിനെ തന്റെ വലങ്കയാൽ ഉയർത്തിയ അനുഭവം വ്യക്തമായി നാം ഇവിടെ വായിക്കുന്നു. അപ്പോസ്തലന്മാർ ആമേൻ സ്തോത്ര മഹാപുരോഹിതന്മാരോട് പറയുന്ന വാചകമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ, മരത്തിൽ തൂക്കിക്കൊല്ലുക എന്ന് പറയുമ്പോൾ അവർ ആരും കാണാതെ ഒളിച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ച് ചെയ്യുന്ന കാര്യമല്ല. എല്ലാവരും കാണുകയാണ് ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നത്. ആ മരത്തിൽ തൂക്കിക്കൊല്ലുമ്പോൾ നല്ല ഉയരമുള്ള മരത്തിൽ, നല്ല ഹൈറ്റുള്ള മരത്തിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ സ്തോത്രം ജയിൽ പുള്ളി അല്ല എങ്കിൽ ആ കൊലയാളിയെ അല്ല എങ്കിൽ ആ തടവുകാരനെ ആ ശിക്ഷയ്ക്ക് അർഹരായ വ്യക്തിയെ അവൻ തൂക്കിക്കൊല്ലുക എന്ന് പറയുമ്പോൾ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, യേശു കർത്താവിനെയും ഉയർന്നൊരു മലയിൽ ഉയർന്നൊരു സ്ഥലത്താണ് എല്ലാവരും കാണുകയാണ് യേശുവിനെ അവർ ക്രൂശിച്ചത്. അപ്പോൾ വഴിയെ പോകുന്നവർ എല്ലാവരും കണ്ട് തല കുലുക്കുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. എല്ലാവരും കാണുകയെ യേശു കർത്താവിനെ ഇവർ ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതേ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർപ്പിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഭുവായും രക്ഷിതാവായും. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് രക്ഷിതാവായിട്ടാണ്. രാജാവായി പിറന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം രക്ഷിതാവാണ്. മശിഹ രക്ഷിതാവാണ്. അപ്പോൾ സകല ജനത്തിനെ പാപങ്ങളെ രക്ഷിപ്പാൻ എനിക്ക് വേണ്ടി യേശു എന്ന പേരിടണം. അപ്പോൾ രക്ഷിപ്പാൻ എന്നുള്ള ഉദ്ദേശത്തോടെ രാജാവായി യേശു പിറന്നു. എന്നാൽ യേശു കർത്താവിനെ ഇവർ ക്രൂശിച്ച് ഇത്രമാത്രം അവരുടെ ജയക്കൊടി ഉയർത്തി എന്ന് അവർ പറഞ്ഞ ശേഷം പിതാവായ ദൈവം യേശു കർത്താവിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഉയർപ്പിച്ചപ്പോൾ പ്രഭുവായും രക്ഷിതാവായും. പ്രൈസ് ദി ലോർഡ്. പ്രഭുവായും രക്ഷിതാവായും. ഇവിടെ വായിക്കുന്നു, പ്രിൻസ് ആൻഡ് സേവിയർ, പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരണമേ നിന്റെ ജയം അവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള അവിടെ എന്ന് പറഞ്ഞ് യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് സാത്താനെ തകർത്ത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിന്റെ പിൻപിലുള്ള രഹസ്യം ഉയർപ്പിച്ചത് പിതാവായ ദൈവം തന്റെ വലങ്കയാൽ യേശുവിനെ ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇന്നും ആമേൻ ആ യേശു കർത്താവ് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്തിലേക്ക് ആകർഷിക്കുമെന്ന് ആമേൻ പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ഇവിടെ നാം വായിക്കുന്നു, യേശു കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ മരത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ട അവസ്ഥ കടന്നു വന്നു. പാപികളെ പോലെ ശേഷ വ്യക്തികളെ പോലെ യേശുവിനെ എണ്ണി ആമേൻ സ്തോത്രം സ്തോത്രം ശത്രു ജയക്കൊടി ഉയർത്തി. എന്നാൽ പിതാവായ ദൈവം തന്റെ വലങ്കയാൽ യേശുവിനെ പ്രഭുവായും ആമേൻ രക്ഷിതാവായും ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ നാമത്തിനും മേലായ നാമം നൽകി സകലരുടെയും മുഴങ്കാൽ യേശുവിന് മുൻപാകെ മടങ്ങത്തക്ക രീതിയിൽ ഏറ്റവും പിതാവായ ദൈവം യേശുവിനെ ഉയർത്തി. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം അവൻ എത്ര ലോകത്തിന് മുൻപിൽ നിന്ദിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും താഴ്ത്തപ്പെട്ടാലും പുച്ഛിക്കപ്പെട്ടാലും സാരമില്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ നിശ്ചയമായി ആരെല്ലാം എതിരായാലും എത്ര പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കടന്നു വന്നാലും അവൻ എന്തിനേറെ പറയുന്നു, മരണകരമായ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവം തന്റെ വലങ്കയാൽ നമ്മെയും ഉയർത്തും, നമ്മെയും മാനിക്കും, നമ്മെയും കർത്താവ് വെളിപ്പെടുത്തുവാൻ സർവശക്തനാണ്. ആമേൻ. ഈ നാളുകളിൽ യഹോവ അവൻ തന്റെ വലങ്കൈ നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ അവൻ വീര്യം പ്രവർത്തിക്കുന്നു. നമുക്ക് വേണ്ടി കർത്താവ് വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രഭുവായി രക്ഷിതാവായി യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. എന്നാൽ യേശുവിനെ ഉയർത്തിയതിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ. അതേ ആമേൻ. ഇന്നും ആമേൻ യേശു കർത്താവിന്റെ സന്നദ്ധിയിൽ ആമേൻ സ്തോത്ര യഥാർത്ഥമായി മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നവർക്ക് പാപമോചനമുണ്ട്. പാപമോചനം പ്രാപിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട്. ആയതിനാൽ ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരും രക്ഷ പ്രാപിക്കണം. തങ്ങളുടെ പ്രവൃത്തികളെ വിട്ടുതിരിഞ്ഞ് നാം മാനസാന്തരപ്പെടണം. അനുദിനം വിശുദ്ധ ജീവിതം നയിക്കണം. യേശു കർത്താവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ പാപം എത്ര കൊടിയതായിരുന്നാലും, എത്ര ഭയാനകമായിരുന്നാലും, എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി നമുക്ക് മാറാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി നമ്മെ ചേർക്കുവാൻ ആമേൻ സ്തോത്രം തന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ആകയാൽ അവൻ ഒന്നുകൂടെ ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ മാനസാന്തരപ്പെടാം, പാപമോചനം പ്രാപിക്കാം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാം, അവൻ സ്തോത്ര കഴുകൽ പ്രാപിക്കാം, അനുദിനം വിശുദ്ധ ജീവിതം നയിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ രക്ഷയും നിത്യരക്ഷയും നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. ഈ ഭൂമിയിലും നമ്മുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം നൽകി കർത്താവ് നമ്മെ നിശ്ചയമായി ഉയർത്തും, അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേ അങ്ങയുടെ വലം കൈ ഇന്നും ഉയർന്നിരിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈകൾ കുറുകി പോയിട്ടില്ല. നിശ്ചയമായി കർത്താവേ, ബലമുള്ള കരം, നീട്ടിയ ഭുജം ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കാൻ സ്തോത്രം. വീര്യം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന യഹോവയുടെ കരത്താൽ നിശ്ചയമായി അങ്ങ് ഞങ്ങളെ രക്ഷിച്ച് വിടുവിച്ച് സഹായിച്ച് ഉയർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലോകരക്ഷിതാവ് യേശു ക്രിസ്തുവിൽ തന്നെ എല്ലാവരും വിശ്വസിച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തു കൂടിയുള്ള നിത്യജീവനും സമാധാനവും സന്തോഷവും പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ച കർത്താവെ ആ നിത്യരക്ഷയും ഈ ഭൂമിയിലും കർത്താവ് അനുഗ്രഹവും പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.